நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. நம சிவாய வாழ்க. நாதந்தே பாதம் வாழ்க. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 5-ാം അധ്യായമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലെ 1-ാമത്തെ പാടലിലെ ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. ദക്ഷയാഗത്തിൽ പണ്ട് ആട്ടിനെ തിന്നതിന് ശിക്ഷയ്ക്ക് ചാകാൻ ഭയന്നുകൊണ്ടും പാൽക്കടലിൽ പണ്ട് കാകോളം പൊങ്ങിയ കാലത്ത് മൃത്യുവിനെ ഭയന്നും നാഥനെ തേടിയ ഭയമിരന്നാരാ ബ്രഹ്മനും വിഷ്ണുവും തന്നെയാണോ? മൂർത്തിത്രയത്തിൽപ്പെടുന്നവർ തങ്ങളെ നുൾത്താരിലേറിയ ഗർവമോടെ വിണ്ണവർ നാടേറെ ചെന്നിട്ടിറങ്ങിയ മണ്ണുലകത്തിൽ അലഞ്ഞിടുന്നു. അപ്പോൾ ഇവിടെ മാണിക്യവാചകസ്വാമി ശിവൻ്റെ മഹത്വത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും പാടുകയാണ്. പണ്ട് ദക്ഷയാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആടിൻ്റെ ഇറച്ചി ഭക്ഷിച്ച ശിക്ഷയ്ക്ക് ബ്രഹ്മവിഷ്ണുക്കൾ ചാകാൻ ഭയന്നുകൊണ്ട് ഓടി നടന്നു. അതായത് ദക്ഷയാഗത്തിലെ ആ യാഗമൃഗത്തിൻ്റെ ഇറച്ചി ഭക്ഷിച്ചു എന്ന കാരണത്താൽ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും കൊല്ലാൻ ശിവൻ തയ്യാറായി. ആ സമയം അവർ ശിവനെ തന്നെ അഭയം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. പാൽക്കടലിൽ പണ്ട് കാകോളം പൊങ്ങിയ കാലത്ത് മൃത്യുവിനെ ഭയന്നും ഇവർ ഓടിയിരുന്നു. അതായത് പണ്ട് കാലത്ത് പാൽക്കടൽ കടഞ്ഞപ്പോൾ പൊന്തിയ കാകോളം കാളകൂട വിഷം കഴിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടിട്ട് ബ്രഹ്മാവും വിഷ്ണുവും അവിടെ നിന്ന് ഓടിപ്പോയി ശിവനെ അഭയം പ്രാപിച്ചു. അങ്ങനെ ശിവനെ അഭയം പ്രാപിച്ചവരാണ് ബ്രഹ്മാവും വിഷ്ണുവും. ബ്രഹ്മനും വിഷ്ണുവും തന്നെയാണോ മൂർത്തിത്രയത്തിൽപ്പെടുന്നവർ തങ്ങളെന്ന് ഉൾത്താരിലേറിയ ഗർവമോടെ, ആ ഉൾത്താരിലുള്ള ഗർവത്തോടെ ബ്രഹ്മലോകവും അതുപോലെ വിഷ്ണുലോകവും ഭരിച്ചു നടന്നിരുന്ന അവർ ശിവനോട് അഭയം പ്രാപിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അപ്പോൾ ബ്രഹ്മവിഷ്ണുക്കൾ പോലും ശിവനെ അഭയം പ്രാപിക്കുന്നു. ദക്ഷയാഗ സമയത്ത് ആ യാഗമൃഗത്തിൻ്റെ മാംസം ഭക്ഷിച്ചു എന്ന കാരണത്താൽ ആ ശിവനെ ഭയപ്പെട്ട് ശിവനെ അഭയം പ്രാപിച്ചവരാണ് ബ്രഹ്മവിഷ്ണുക്കൾ. അതേപോലെ തന്നെ കാളകൂടം വിഷം ഭുജിക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് ശിവനെ അഭയം പ്രാപിച്ചു. അങ്ങനെ ബ്രഹ്മലോകത്തിൻ്റെയും വിഷ്ണുലോകത്തിൻ്റെയും അധിപന്മാരായ ഈ ബ്രഹ്മാവും വിഷ്ണുവും ശിവനെ തന്നെ അഭയം പ്രാപിച്ചു. അപ്പോൾ അവിടെ ഗർവ് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു. ഈ സത്യമാണ് പറയുന്നത്. അപ്പോൾ നാഥനെ ശിവനെ അഭയം പ്രാപിച്ചതുകൊണ്ട് മാത്രമാണ് ബ്രഹ്മാവും വിഷ്ണുവും കാളകൂടം വിഷം ഭക്ഷിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ അവർ എന്നേക്കുമായി മൃത്യുവിനെ വരിച്ചേനെ. അപ്പോൾ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശിവനെയാണ് അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ ഇവിടെ മൃത്യുഞ്ജയനായ ശിവൻ്റെ ശക്തിവിശേഷങ്ങളാണ് മാണിക്യവാചകർ വിശദീകരിക്കുന്നത്. അതായത് ബ്രഹ്മാവും വിഷ്ണുവും അവിടെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ശിവനെ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ സാധാരണക്കാരായ നമ്മൾ ആ മൃത്യുഞ്ജയനെ അഭയം പ്രാപിക്കുന്നത്
തികച്ചും അനുകൂലമായൊരവസ്ഥ നമുക്ക് സംജാതമാക്കും. ആ മൃത്യുഞ്ജയ മന്ത്രം അറിയാമല്ലോ. ഓം ത്രയംബകം യജാമഹേ സുഗന്ധീം പുഷ്ടിവർദ്ധനം ഉർവാരോഗമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃത. അങ്ങനെയുള്ള ശിവനെയാണ് ബ്രഹ്മവിഷ്ണുക്കൾ പോലും മൃത്യുവിനെ ജയിക്കാൻ വേണ്ടി ശിവനിൽ അഭയം തേടിയ ആ ശിവഭഗവാനെയാണ് ഞാനിതാ പൂജിക്കുന്നത്, ഭജിക്കുന്നത്. അപ്പോൾ മൃത്യുജയത്തിനു വേണ്ടി മാത്രമല്ല, ശിവദർശനത്തിനു വേണ്ടി, ശിവസാക്ഷാത്കാരത്തിനു വേണ്ടിയാണ് മാണിക്യവാചകർ ഇവിടെ ശിവനെ ഭജിക്കുന്നത് എന്നോർക്കുക. പഞ്ചേന്ദ്രിയങ്ങൾ തൻ വിഗ്രഹമൊന്നും എന്നെഞ്ചോട് ചേർത്ത് ഞാൻ ചെയ്തതില്ല. നിൻ ചരണേ പനിനീർ സുമം വാരിയിട്ട് അഞ്ജലി ചെയ്യുവാനും തോന്നിയില്ല. പാഴായി ഭവിച്ചൊരു ഈ ലോകത്തിൽ അജ്ഞാനം പാഴ് പാപങ്ങളിൽ പെട്ടുഴന്നോൻ നിന്നുടെ ഭക്തഗണങ്ങൾക്ക് ഇടയിൽ ഞാൻ ചേർന്നിടാൻ ഭാഗ്യവാനായതില്ല. മേലെങ്കിലും നിന്റെ ഭക്തനായി തീർന്നിടൻ ചേലുറ്റ ജന്മം നീ തന്നിടുമോ? ഇനിയും ഒരു ജന്മം എനിക്കുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങയുടെ ഭക്തനായി എന്നെ ജനിപ്പിക്കുക. അപ്പോൾ ജനിമൃതികളിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയെ ഭജിക്കുന്നത്. പക്ഷേ ഇനി ഏതെങ്കിലും തരത്തിൽ എനിക്കൊരു ജന്മം ഉണ്ടാകുകയാണെങ്കിൽ ആ ജന്മത്തിൽ ഭഗവാനെ ഭജിക്കാൻ എനിക്ക് അവസരമൊരുക്കി തരണേ എന്നുള്ള കേണു വീണുള്ള അപേക്ഷയാണ് ഈ പാടൽ. പഞ്ചേന്ദ്രിയങ്ങൾ തൻ നിഗ്രഹം ഒന്നും എൻ്റെ നെഞ്ച് ചേർന്ന് ഞാൻ ചെയ്തതില്ല. പഞ്ചേന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി ഞാൻ യാതൊരു സാധനകളും അനുഷ്ഠിച്ചിട്ടില്ല. അപ്പോൾ മാണിക്യവാചകർ ഭഗവാനോട് പറയാണ്, സാധാരണ ശിവസാധന ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കാൻ വേണ്ടി, പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കാൻ വേണ്ടിയുള്ള സാധനകളാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെയുള്ള യാതൊരു പഞ്ചേന്ദ്രിയ നിഗ്രഹ സാധനകളും ഞാൻ നടത്തിയിട്ടില്ല. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളാണ് ഏറ്റവും വലിയ ശത്രുക്കൾ. ശിവനെ നമ്മിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഈ ഇന്ദ്രിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെ ഒതുക്കി നിർത്തേണ്ടത്, ഇല്ലാതാക്കേണ്ടത് ഒരു ശിവസാധകൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ശിവസാധനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയ നിഗ്രഹമാണ്. കാമാരിയായ ശിവനെയാണ് അവർ ഭജിക്കുന്നത്. അങ്ങനെ കാമാരിയായ ശിവനെ ഭജിച്ച് തൃപ്തിപ്പെടുത്തേണ്ട ആ തലത്തിൽ പോലും ഞാൻ അങ്ങയെ വേണ്ടത്ര ഭജിക്കുകയുണ്ടായില്ല. അതായത് പഞ്ചേന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്ന ഒരു സാധനയും ഞാൻ ഇതേവരെ ചെയ്തിട്ടില്ല ഭഗവാനെ. നിൻ ചരണേ പനിനീർ സുമം വാരിയിട്ട് അഞ്ജലി ചെയ്യുവാനും തോന്നിയില്ല. നിൻ്റെ പാദപത്മങ്ങളിൽ ഞാൻ പുഷ്പങ്ങൾ, പനിനീർ സുമങ്ങൾ അർപ്പിച്ച് പൂജയും ചെയ്തിട്ടില്ല. നിതാന്തമായ പൂജയാണ്, നിതാന്തമായ ധ്യാനമാണ് ഒരു ശിവസാധകൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു ശിവസാധനയിലെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പനിനീർ സുമങ്ങൾ അർപ്പിച്ചിട്ട് ഹൃദയപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശിവനെ നിരന്തരം പൂജിക്കുക എന്നുള്ളത്. ഒരു ശിവസാധകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അയാൾ ഏതു സമയവും ശിവപൂജ, മാനസിക പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മനസ്സിൽ വിടർന്ന ആ പുഷ്പങ്ങൾ, പനിനീർ സുമങ്ങൾ കൊണ്ട് ശിവനെ എപ്പോഴും പൂജിച്ചുകൊണ്ട് നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഒരു സാധകൻ കഴിയുന്നത്. അങ്ങനെയും ഞാൻ ചെയ്തിട്ടില്ല. അല്ലയോ ഭഗവാൻ, അങ്ങയെ ഞാൻ എൻ്റെ ഹൃദയപുഷ്പങ്ങൾ എടുത്ത് അർപ്പിച്ച് പൂജിച്ചിട്ടുമില്ല. പാഴായി ഭവിച്ചൊരു ലോകത്തിൽ എന്ന്
എന്നെ പാഴ്പാപങ്ങളിൽപ്പെട്ടിടുന്ന അനേകം പാപങ്ങളിൽപ്പെട്ടാണ് ഞാൻ ഉഴലുന്നത്. ഈ ലോക ജീവിതത്തിൽ, ഈ സംസാര ജീവിതത്തിൽ അനേകം പാപങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പാപങ്ങളിൽ മുങ്ങി ജീവിച്ചിരിക്കുന്ന ഞാൻ, അതായത് അങ്ങയുടെ ദർശനം പോയിട്ട് അങ്ങയുടെ സാമീപ്യത്തിൽ എത്താൻ പോലും എനിക്ക് അർഹതയില്ല. ഒരു നായയെ പോലുള്ള ആ നിസാര ജീവിതമാണ് ഞാൻ ഇതുവരെ നയിച്ചത്. നിന്നുടെ ഭക്തഗണങ്ങൾക്കിടയിൽ ഞാൻ ചേർന്നിടാൻ ഭാഗ്യവാനായതുമില്ല. നിൻ്റെ ഭക്തന്മാരുടെ കൂട്ടത്തിൽ, ശിവഭക്തന്മാരുടെ കൂട്ടത്തിൽ, ശിവസാധകന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ചെന്ന് ആ ശിവസാധനയിൽ മുഴുകി ജീവിച്ചിട്ടുമില്ല. എൻ്റെ കൂടെയുള്ള ശിവഭക്തന്മാരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സാധാരണ ഒരു ശിവസാധകൻ എപ്പോഴും കൂട്ടുകൂടുന്നത് ശിവഭക്തന്മാരോടാണ്. അങ്ങനെ ശിവഭക്തന്മാരോട് ഞാൻ കൂട്ടും ചേർന്നിട്ടില്ല. അപ്പോൾ ഒരു ശിവസാധകന് വേണ്ട ഒരു ഗുണവും എനിക്കില്ല എന്നാണ് വളരെ വേദനയോടെ മാണിക്യവാചകർ പറയുന്നത്. മേലെങ്കിലും നിൻ്റെ ഭക്തനായി തീർന്നിടാൻ, ഇനിയെങ്കിലും ഭക്തനായി തീർന്ന് ചേലുറ്റ ജന്മം നീ തന്നിടും. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും ഭഗവാനെ പൂജിച്ച് കഴിയാൻ എന്നെ അനുഗ്രഹിക്കണം. ഇതേവരെ അല്ലയോ ഭഗവാൻ ഞാൻ അങ്ങയെ പൂജിച്ചിട്ടില്ല. ഇനിയുള്ള കാലമെങ്കിലും ഭഗവാനോടൊത്ത് ഭഗവാന്റെ പൂജ ചെയ്ത്, ഭഗവാന്റെ സേവ ചെയ്ത്, ശിവഭഗവാന്റെ ആ ഭക്തന്മാരോടൊത്ത് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണേ. ഇനി മുതലെങ്കിലും എൻ്റെ ജീവൻ ഭഗവാനോട് ചേർന്നിരിക്കാൻ വേണ്ടി അനുഗ്രഹിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ മാണിക്യവാചകരുടെ നിതാന്തമായ വിനയമാണ് ഇവിടെ കാണിക്കുന്നത്. തൻ്റെ ജീവിതം ഇതേവരെ പാഴായിപ്പോയി എന്നാണ് മാണിക്യവാചകർ പറയുന്നത്. കാരണം എന്താ? ശിവചിന്തയില്ലാതെ, ശിവപൂജ ചെയ്യാതെ പഞ്ചേന്ദ്രിയങ്ങളടക്കാനുള്ള സാധനകൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അങ്ങയുടെ അടുത്ത് വരാൻ പോലും എനിക്ക് അർഹതയില്ല. അങ്ങനെയുള്ള എന്നെ അല്ലയോ ഭഗവാൻ അങ്ങ് ഇനി ഒരു പുതിയ ജീവിതം എനിക്ക് നൽകൂ എന്നാണ് പറയുന്നത്. ഇതേവരെയുള്ള എൻ്റെ ജീവിതം പാഴായിരുന്നു. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അല്ലയോ ഭഗവാനെ അങ്ങയോട് ജീവിക്കാൻ, അങ്ങയുടെ ഭക്തനായി ജീവിക്കാൻ, അങ്ങയുടെ ആ മഹാഗുണഗണങ്ങൾ സ്തുതിച്ചു പാടാൻ ഇനിയെങ്കിലും എന്നെ അനുഗ്രഹിക്കൂ. ഇനിയുള്ള കാലമെങ്കിലും ഗീതികൾ ആലപിച്ച് ഗ്രാമാന്തരങ്ങൾ തോറും നടന്ന് ശിവസേവ ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് മാണിക്യവാചകർ ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന ശിവൻ കേൾക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീടുള്ള പിന്നെ മാണിക്യവാചകരുടെ ജീവിതം മുഴുവനും ശിവസാധനയിൽ മുഴുകിയാണ് കഴിയുന്നത്. ശിവദർശനത്തിന് ശേഷം മാണിക്യവാചകരുടെ ജീവിതം മുഴുവനും സാക്ഷാത് ശിവൻ ഏത് പ്രകാരമാണോ പെരുമാറിയുന്നത്, ഏത് തരത്തിലാണോ ജീവിച്ചത്, അതേപോലെ ശിവനായി തന്നെ ജീവിക്കാൻ മാണിക്യവാചകർക്ക് കഴിഞ്ഞു. അപ്പോൾ മാണിക്യവാചകരുടെ പേര് തന്നെ ശിവമാണിക്യം എന്ന് പിന്നീട് മാറുന്നു. അപ്പോൾ ശിവമാണിക്യമായി ജീവിക്കാൻ കഴിഞ്ഞ ആ ശിവമാണിക്യ വാചകരുടെ ആ ശിവസുമങ്ങളാണ് തിരുവാചകം. നോക്കൂ, ഇനിയുള്ള ഭാഗം. നാനാസുമങ്ങൾ തെരഞ്ഞ് സുരഭില സൂനങ്ങൾ അർപ്പിച്ച് മംഗളങ്ങൾ നേരുന്ന ഭക്തർക്ക് പ്രത്യക്ഷനായി വരാനോരുന്ന നാഥ പരമ്പൊരുളെ, ഏതൊരു നേരവും നിന്നെ ഞാൻ വാഴ്ത്തുന്ന ചേതോ വികാരം എനിക്കരുളൂ. ഏത് സമയവും ചേതോ വികാരം എനിക്കരുളൂ. നിന്നെക്കുറിച്ചുള്ള ഗാനങ്ങൾ ആലപിക്കാൻ, നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് എൻ്റെ ഹൃദയം നിറയാൻ ഉള്ള വരം എനിക്ക് നൽകൂ. ചേതോ വികാരം എനിക്കരുളൂ. ഏത് സമയവും ഞാൻ നിന്നെ വാഴ്ത്തുന്ന അവസ്ഥയിലേക്ക് മാറണം. അങ്ങനെയുള്ളൊരു മനസ്സെനിക്ക് തരുമോ. നാനാസുഖങ്ങൾ തിരഞ്ഞ് സുരഭില സൂനങ്ങൾ അർപ്പിച്ച് മംഗളങ്ങൾ നേരുന്ന
ഭക്തരുടെ കൂട്ടത്തിലേക്ക് അല്ലയോ ഭഗവാൻ എന്നെയും കൂട്ടിച്ചേർക്കൂ. അതായത് ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവനും അല്ലയോ ഭഗവാൻ അങ്ങയെ പാടിപ്പുകഴ്ത്താൻ, അങ്ങയുടെ പൂജ ചെയ്യാൻ, അങ്ങയുടെ സേവ ചെയ്യാൻ വേണ്ടി എന്നെ അനുഗ്രഹിക്കൂ. എൻ്റെ മനസ്സ് നിറയെ ശിവചിന്തകൾ നിറയട്ടെ. എൻ്റെ ശരീരവും മനസ്സും ഉയിരും ആത്മാവും എല്ലാം തന്നെ അങ്ങയുടെ മുമ്പിൽ ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു. ഇനിയുള്ള ഓരോ നിമിഷവും ശിവചിന്തയിൽ മുഴുകി, ശിവപൂജയിൽ മുഴുകി, ശിവസേവയിൽ മുഴുകി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലയോ ഭഗവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇതാണ് മാണിക്യവാചകർ ഈ ഭാഗങ്ങളിൽ പറയുന്നത്. നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ നോക്കാം. നാനാശുഭങ്ങൾ തെരഞ്ഞ് സുരഭില സൂനങ്ങളർപ്പിച്ച് മംഗളങ്ങൾ നേരുന്ന ഭക്തർക്ക് പ്രത്യക്ഷനായി വരാനോരുന്ന നാഥ, പരമ്പൊരുളെ ഏതൊരു നേരവും നിന്നെ ഞാൻ വാഴ്ത്തുന്ന ചേതോ വികാരമെനിക്കരുളൂ. എല്ലായ്പ്പോഴും അല്ലയോ ഭഗവാൻ ശിവൻ അങ്ങയെ വീണ്ടും വീണ്ടും ഭജിച്ച് അങ്ങയുടെ പാദാരവിന്ദങ്ങളിൽ ഓരോ ദിവസവും കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അല്ലയോ ഭഗവാൻ അങ്ങ് എനിക്ക് അരുളുകയില്ലേ? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതേവരെ അങ്ങയുള്ള പൂജ വേണ്ട പോലെ നിർവഹിച്ചിട്ടില്ല. ഇനിയുള്ള കാലം മുഴുവനും ശിവസേവയിൽ മുഴുകി ശിവഗാനങ്ങൾ ആലപിച്ച് ഗ്രാമാന്തരങ്ങൾ തോറും ശിവസേവ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലയോ ഭഗവാൻ അങ്ങ് എന്നെ അനുഗ്രഹിക്കണമേ. ഹൃദയത്തിൽ വിരിഞ്ഞ ഈ പ്രാർത്ഥനകൾ ഭഗവാൻ ശിവൻ കേൾക്കുകയും അതേപോലെ ശിവദർശനത്താൽ മാണിക്യവാചകരെ അനുഗ്രഹിക്കുകയും ചെയ്ത കാഴ്ച നാം ഇതിനു മുമ്പ് കണ്ടതാണ്. ഓം ശിവായ നമഃ.